പുത്തനത്താണിയിലെ ഷോപ്പിംഗ് മുഖവരയ്ക്ക് പുതിയൊരു അനുഭവം സൃഷ്ടിക്കാനായിട്ട് ഇവിടെ പുത്തനത്താണിയിൽ എത്തുകയാണ് AAK ഹൈപ്പർ മാർക്കറ്റ്. Ladies and gentlemen, നമസ്കാരം, നമസ്കാരം, നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഇവിടെ കേരളത്തിൽ മലബോധനമാണ് പുത്തനത്താണി ഒരു പുതിയ ഷോപ്പിംഗ് മാമാങ്കത്തിന്റെ തുടക്കത്തിനായിട്ട്. ആ ഷോപ്പിംഗ് മാമാങ്കത്തിന്റെ തുടക്കം ഇവിടെ ഹല മോളിൽ ഇന്ന് AAK ഹൈപ്പർ മാർക്കറ്റ് എന്ന പേരിൽ തുടങ്ങുമ്പോൾ AAK എന്ന പേരിന് എനിക്ക് തോന്നുമ്പോൾ ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു മുഖമായിട്ട് തരേണ്ട ആവശ്യമില്ല. കാരണം AAK എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് ഇന്ന് ഉണ്ടായ ഇതൊരു പുതിയ ബ്രാൻഡോ പുതിയൊരു ഹൈപ്പർ മാർക്കറ്റോ അല്ല. കാരണം AAKക്ക് പറയാനുള്ളത് വലിയൊരു ചരിത്രമാണ്. ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ്. 1980 തുടങ്ങിയ AAK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദുബായ് സെൻട്രൽ ക്യാപിറ്റലായി തുടങ്ങിയ കമ്പനി ഇന്ന് UAE മാത്രമായി 14 ബ്രാഞ്ചസ് ഉണ്ട്. സൗദി അറേബ്യയിൽ ഒന്ന്, ഒമാനിൽ 4, ഇവിടെ ഇന്ത്യയിൽ കേരളത്തിലാണ് ഒന്ന് ഉള്ളത്. അതിനപ്പുറം പല രാജ്യങ്ങളിലായി എക്സ്പോർട്ട് ബിസിനസ് ലോകത്തിലെ ഏറ്റവും വലിയ ചെയിൻ ഹൈപ്പർ മാർക്കറ്റുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് ക്വാളിറ്റി ട്രേഡിംഗ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണ് AAK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിൽ ഏത് ബ്രാൻഡ് എടുത്താലും നമുക്ക് അറിയുന്നത് തന്നെയാണ് ലുലു നോക്കാം, അതുപോലെ ദുബായ് നോളജ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഒരുപാട് ടോപ്പ് ക്ലാസ് ഹൈപ്പർ മാർക്കറ്റ്സിലേക്കെല്ലാം ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് AAK ഗ്രൂപ്പാണ്. അങ്ങനെ അവർക്കൊരു ആഗ്രഹം, ഓക്കെ നമ്മൾ ഇത്രയും വലിയ വലിയ ബ്രാൻഡുകൾക്ക് ലോകമെമ്പാടും നമ്മൾ ഇത്രയും ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു AAKയുടെ ഓൺ ഔട്ട്ലെറ്റ് തുടങ്ങിക്കൂടാ? അങ്ങനെ ആ ഒരു ചിന്ത വന്നപ്പോൾ നമുക്കറിയാം ഇതിന്റെ സ്ഥാപകരും ഫൗണ്ടറുമായ ബാബ ഹാജി അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2019 ഇവിടെ തിരൂരിൽ AAK മോളിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം 4 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫെബ്രുവരി 1, 2024 എന്ന തീയതി നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ ഒരുങ്ങുന്നത് ഒരു ഒഫീഷ്യൽ ഗ്രാൻഡ് ഇനോഗ്രേഷന് വേണ്ടി തന്നെയാണ്. And this day, with your permission, your presence, ladies and gentlemen, we are all set to inaugurate the big grand experience of AAK hypermarket. So, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് എന്ന് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. പക്ഷെ നമുക്ക് കുറച്ച് എനർജിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിഥികളെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്? നമ്മളവരോട് നമസ്കാരം പറയും അല്ലേ? ഇന്ന് AAK ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഒരു അതിഥിയല്ല, മറിച്ച് AAK ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ പുത്തനത്താണിയിൽ പുത്തൻ ഒരു ഷോപ്പിംഗ് അനുഭവം തീർക്കാൻ ഇവിടെ പുത്തനത്താണിയിലെ കുടുംബ ജീവിതങ്ങൾക്ക് ഒരു കൈത്താമാകാൻ അതിനെ മാറ്റം കൂട്ടാനാണ് എത്തിച്ചേരുന്നതെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കലാമോളം ഒത്തുകൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു നമസ്കാരം പറയാൻ തുടങ്ങിയാലോ? എനിക്ക് ഒരു നമസ്കാരം പറയാമോ? എല്ലാവരും ഒരുമിച്ച് 3, 2, 1 നമസ്കാരം. എവിടെ നമസ്കാരം? നമസ്കാരം. അവർക്ക് നല്ല നമസ്കാരമുണ്ട്. അത് കൊള്ളാം. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നമുക്കറിയാം ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പോ അങ്ങനെ ഒരു പുതിയ തുടക്കമാകുമ്പോൾ ആ തുടക്കത്തിനൊരു എനർജി വേണം. ആ തുടക്കത്തിന് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം തന്നെയായിരിക്കും നമ്മുടെ ഇന്നു മുതൽ അങ്ങോട്ടുള്ള യാത്രയിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ പുത്തനത്താണിയിലുള്ള ഒരു പുതിയ വിജയ ഗാഥ. അപ്പോ അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സന്തോഷ ദിനത്തിലേക്ക് പുത്തനത്താണിയിൽ നമ്മുടെ AAK ഹൈപ്പർ മാർക്കറ്റിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് ഏവർക്കും ഏറെ ആദരണീയനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ് നമുക്ക് വേണ്ടി ഇന്ന് ഒഫീഷ്യലായി ഈ ഒരു ഇനോഗ്രേഷൻ സെറമണി കാണാൻ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഒരുപാട് അതിഥികളും നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമസ്കാരം പോരായിരുന്നു, പക്ഷെ ഇന്ന് ഇവിടെ നമ്മൾ ഒരുമിച്ച് ഈ AAK ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിൽ തുടങ്ങി കുറിക്കുമ്പോൾ ഒരു നല്ല കയ്യടിയോട് കൂടി തുടങ്ങി കുറിച്ചാലോ?
വേണ്ടത്. നമുക്കറിയാം ഇന്നത്തെ ദിവസം തൊട്ട് ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് എത്തുമ്പോൾ ഞാനിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന്റെ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടിരിക്കുന്നു. അനൗൺസ്മെന്റിൽ പറയുന്നത് എന്തായിരുന്നു? പുത്തനത്താണിയിലെ കുടുംബജീവിതങ്ങൾക്ക് നമുക്കറിയാം ദിനചര്യയിൽ ഓരോ ദിവസം പോകുമ്പോഴും നമുക്ക് ദിനത്തോറും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കൂടി വരികയാണ്. പക്ഷെ അതിന് മാറ്റം കുറിക്കാനായിട്ട് ഇവിടുത്തെ ആ ജനങ്ങൾക്ക്, ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാനായിട്ട് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ തന്നെ അതേ ക്വാളിറ്റിയിൽ, ഉയർന്ന ക്വാളിറ്റിയിൽ, അഫോർഡബിൾ പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ഒരു ഗ്രാൻഡ് കൺസെപ്റ്റുമായിട്ടാണ് ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് എത്തുന്നത്. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിന് ഒരു നല്ല കൈയടി കൊടുക്കാം. കാരണം ഇവിടെ പുത്തനത്താണിയിലെ ഓരോരുത്തരുടെയും ലൈഫ് ഈസി ആക്കുക, സന്തോഷമാക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് എത്തുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരിക്കൽ കൂടി പുത്തനത്താണിയെ പുത്തനത്താണിയാക്കാൻ എത്തിച്ചേരുകയാണ് ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ കലാമോളൽ എത്രയും പെട്ടെന്ന് തന്നെ ഒട്ടും വൈകാതെ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ മുഖ്യ അതിഥി എത്തിച്ചേരുന്നതായിരിക്കും. അദ്ദേഹം എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇനോഗ്രേഷൻ സെറമണിയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ആ ഒരു പെർമിഷനോടുകൂടി, നിങ്ങളുടെ ഏവരുടെയും പ്രസൻസ് നമ്മൾ ആ ഒരു ഇനോഗ്രേഷൻ സെറമണിയിലേക്ക് കടക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങളോട് ഇന്നൊരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. എനിക്കറിയാം ഇനോഗ്രേഷൻ സെറമണി കഴിഞ്ഞാൽ ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് കയറാനുള്ള ഒരു ജിജ്ഞാസയുണ്ട്. പക്ഷെ ഇന്ന് നമുക്കറിയാം ആ ഒരു റിബൺ കട്ടിംഗ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബഹുമാനായ താങ്കൾ തന്നെയാണ്. പക്ഷെ താങ്കളത് ഇനോഗ്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ദുആ കഴിഞ്ഞ് അകത്ത് നമുക്ക് ഒരു റിബൺ കട്ടിംഗ് കൂടെ ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. സോ കുറച്ചു നേരം നിങ്ങൾ ഏവരും അക്ഷമരായി ഇവിടെ തന്നെ ഇരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിവിടെ ആ ഒരു റിബൺ കട്ടിംഗ് സെറമണിയിലേക്ക്, ഇനോഗ്രേഷനിലേക്ക് കടക്കുന്നതായിരിക്കും. ആൻഡ് ഇന്ന് ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള 40 വർഷത്തെ ചരിത്രം പറയാനുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇതിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ പാലപ്പുറത്ത് മൊയ്തീൻകുട്ടി ഹാജി, ബാബ ഹാജി, ഒരു നല്ല കൈയടി കൊടുക്കാം അദ്ദേഹത്തിന് നമുക്ക്. അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് കുട്ടി, അദ്ദേഹത്തിന് ഒരു നല്ല കൈയടി കൊടുക്കുകയാണ്. നമ്മുടെ സിഇഒ ഗ്രൂപ്പിന്റെ സിഇഒ മുഹമ്മദ് അലി തയ്യൽ, MD മുഹമ്മദ് മുസ്തഫ, ഡയറക്ടേഴ്സ് മുഹമ്മദ് ഷരീഫ്, അബ്ദുൽ നാസർ, നൗഷദ് അലി, ഗ്രൂപ്പിന്റെ GM ഉമർ TV. ഒപ്പം ഇനി മുതൽ ഇവിടെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് പുത്തനത്താണിയിൽ തുടങ്ങുമ്പോൾ നമ്മുടെ റീജിയണൽ ഡയറക്ടർ, ഇവിടുത്തെ താങ്ങും തണലുമായി നിൽക്കുന്ന അദ്ദേഹമായിരിക്കും ശ്രീ ഷുബൈർ. ഇവർക്ക് ഏവർക്കും ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. സോ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ആ ഒരു റിബൺ കട്ടിംഗ് സെറമണിയിലേക്ക് കടക്കുന്നതായിരിക്കും. നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് നമ്മുടെ മുഖ്യ അതിഥിയുടെ വരവിനായിട്ടാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളോടൊപ്പം ഇവിടെ കലാമോളിൽ എത്തിച്ചേരുന്നതായിരിക്കും. ആൻഡ് we will be moving on to the inauguration ceremony of AAK Hypermarket. ഏവരോടും കുറച്ച് നിമിഷങ്ങൾ കൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കാനായി അഭ്യർത്ഥിക്കുന്നു. Ladies and gentlemen, നമ്മുടെ കാത്തിരിപ്പിനെ വിരാമം വിട്ടുകൊണ്ട് നമ്മളോടൊപ്പം എത്തിച്ചേരുകയാണ് നമ്മുടെ മുഖ്യ അതിഥി പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഒരു നല്ല കയ്യടിയോടുകൂടി നമ്മുടെ എവരുടെയും ബഹുമാനം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഇനോഗ്രേഷൻ സെറമണിയിലേക്ക്. ഒപ്പം തന്നെ നമ്മുടെ ഗസ്റ്റ് ആയി എത്തിയിരിക്കുകയാണ് ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷിനോബിയ. ഒപ്പം തന്നെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ പാലപ്പുറത്ത് മൊയ്തീൻകുട്ടി ഹാജി, എന്നൊരു ബാബ ഹാജി എന്ന സ്നേഹത്തോടെ വിളിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മുഹമ്മദ് കുട്ടി, ഡയറക്ടേഴ്സ് മുഹമ്മദ് ഷരീഫ്, അബ്ദുൽ നാസർ, നൗഷദ് അലി, CEO മുഹമ്മദ് അലി തയ്യൽ, MD മുഹമ്മദ് മുസ്തഫ, ഗ്രൂപ്പിന്റെ GM ഉമർ TV, റീജിയണൽ ഡയറക്ടർ ഷുഹൈബ്. ഏവരെയും ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി റിബണിന്റെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.
കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബഹീല മാഡം നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. മാഡത്തെ ഇവിടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് ഡു ജോയിൻ us ഡിയർ ബ്രദർ. താങ്ക് യു. നമ്മളെല്ലാവരും കാത്തിരുന്ന മോസ്റ്റ് ഔട്ട്ഡേറ്റഡ് മൊമെന്റ് ഈസ് റൈറ്റ് ഹിയർ. നമ്മുടെ ഇനോഗ്രേഷൻ സമ്മേളനം നമ്മളെല്ലാവരും ഏറ്റവും കാത്തിരുന്ന മൊമെന്റ് എത്തിച്ചേരുകയാണ്. നമ്മുടെ ആക്ടർ പറഞ്ഞതുപോലെ തന്നെ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഏവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുതിയ തുടക്കം സർവശക്തിയുടെ സകല ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും തേടിക്കൊണ്ട് തന്നെ തുടങ്ങണമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രാർത്ഥനാ ചടങ്ങിലേക്ക് തുക ചെയ്യുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. എല്ലാവരും വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയുണ്ട്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു 15 മിനിറ്റ് മാത്രമായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത്. അതിനുശേഷം എല്ലാവർക്കും നമ്മുടെ ഒരു അമേസിംഗ് ബാക്കി ഓപ്പൺ ചെയ്തതായിരിക്കും. ഏതൊരു മനുഷ്യനോട് നമ്മൾ ജുവാന ചടങ്ങിലേക്ക് നമ്മൾ പ്രാർത്ഥനയിലേക്ക് സർവശക്തന്റെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം തേടിക്കൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞ നമ്മളെന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ലക്കി ആയിട്ടുള്ള ഒരു തുടക്കം. അതിലേക്ക് തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. ഇന്നത്തെ ഈ ഹൈപ്പർമാർക്കിന്റെ ആദ്യത്തെ സെയിൽ അത് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന കടലിൽ തന്നെയായിരിക്കും ഈ ഒരു സെയിൽ നമ്മൾ ചെയ്യുന്നത്. ആ സെയിലായിട്ട് ബാബാ ഹാജി നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ആ ഒരു സെയിൽ നിർവഹിക്കുന്നത്. നമ്മുടെ കൗണ്ടർ നമ്പർ 1-ലായിരിക്കും നമ്മുടെ ആദ്യത്തെ സെയിൽ നിർവഹിക്കപ്പെടുന്നത്. ആ സെയിൽ അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ തവളയാണ്. ആ സെയിൽ നിർവഹിക്കുന്നത് ബാബാ ഹാജി നമ്മുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ. ഉണ്ട്
എല്ലാവരും കുറച്ച് പ്രിയ സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി പ്രദേശത്ത് AK മാള്, അതോടൊപ്പം തന്നെ AK ഹൈപ്പർ മാർക്കറ്റ് AK മാളിലെ ഹൈപ്പർ മാർക്കറ്റ് മുമ്പായി തുറന്ന് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ അലാമാളിലെ AK ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇത്തരം സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വളർന്നു വരികയാണ്. എല്ലാവിധ ആശംസകൾ നേർന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. അനുദിനം വളരുകയാണ്. ദേശീയവാദിപരത്തുള്ള പുത്തനത്താണി അലാമാളിൽ നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചതുപോലെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്നതിനാണ് AK ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആദരണീയനായ നമുക്കറിയാം, വ്യാപാര രംഗത്തും അതുപോലെ വിപണന രംഗത്തുമൊക്കെ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ പുത്തനത്താണിയിൽ എത്തിയിട്ടുള്ളത്. AK എന്ന ബ്രാൻഡ് വളരെ പ്രസിദ്ധമാണ്. തീർച്ചയായും പുത്തനത്താണിയുടെ വളർച്ചയിൽ ഈ സ്ഥാപനം വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. എല്ലാവിധ ഭാഗത്തും കുറച്ചൊന്ന് കാണിച്ചു കൊടുക്കാറ് അയച്ചത് നയിക്കല്ലേ അവിടെ Ladies and gentlemen, first sale കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ഉദാഹരണം കട്ടിങ് ചെയ്ത് കൊടുത്തില്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോയാലാണ് പുത്തനത്താണിയും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായി വരുമ്പോൾ അത് നമ്മുടെ നാടിന്റെ വികസനമാണ് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ്. എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളൊക്കെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ പോകണമെന്ന ഉദ്ദേശത്തോട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന.
നമ്മളോടൊപ്പം എത്തിച്ചേർന്നത് അടുത്ത ഇനോഗ്രേഷൻ സെറമണിയിൽ നമ്മുടെ ശ്രീമതി ഷിം നമുക്ക് വേണ്ടി ഒരു ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇനോഗ്രേഷൻ ചെയ്യുന്നത് എവിടെ ഈ ഒരു സ്പൈസസ് എത്തിച്ചേരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബാബു എവിടെ? അത് കഴിഞ്ഞാലും പോകും. അവിടെ ചൂടുള്ളത് നമ്മളാണ്ട് പോവുക. വരി വരി വരി. സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എത്തിച്ചേരുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിനീതമായി പ്രവർത്തിക്കുകയാണ്. ഇന്നും പറയാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരിക. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ തങ്ങൾ നമ്മുടെ ഇനോഗ്രേഷൻ സെറമണി നിർവഹിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് മുന്നിലൂടെ എത്തിയിരിക്കുകയാണ്. Thank you so much, sir, for being here and making this occasion a grand success. Thank you for your presence. Yes, ladies and gentlemen, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുന്നതാണ്. അതിനു മുൻപായിട്ട് എല്ലാവരും തിരിച്ച് ഇവിടെ സീറ്റിംഗ്സിൽ കംഫർട്ടബിൾ ആവണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഐ റിപ്പീറ്റ്, നമ്മൾക്ക് എല്ലാവർക്കും അകത്തേക്ക് കയറാനുള്ള ഒരു സ്ലോട്ട്, ഒരു ടൈം സ്ലോട്ട് നമ്മൾ എന്തായാലും അവൈലബിൾ ആക്കുന്നതാണ്. അതിന് അതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റൂ. സോ വൺസ് അഗൈൻ റിക്വസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ഒന്ന് നിങ്ങളുടെ സീറ്റിംഗ്സിൽ കംഫർട്ടബിൾ ആവണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉള്ളിൽ പോയി നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് കാണാനുള്ള ഒരു ഫെസിലിറ്റി, ഒരു സ്പേസ് നമ്മൾ ഒരുക്കുന്നതാണ്. അതുവരയ്ക്കും ഇവിടെ നിൽക്കുന്നവരെല്ലാവർക്കും ഇരിക്കാനുള്ള ഒരുപാട് സീറ്റ്സ് ഉണ്ട്. സോ പ്ലീസ് ബി കംഫർട്ടബിൾ. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് അകത്തെ പേര് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റി നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന് ബിസിയായി അങ്ങോട്ട് സ്പ്ലിറ്റ് ആയി പോയി. ബട്ട് നമുക്ക് കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഇവിടേക്ക് വന്നതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. നമുക്കുള്ള കുറച്ച് ഓഡിയൻസ് എങ്കിലും ഒന്ന് വന്ന് നമ്മുടെ സീറ്റിംഗ്സിൽ തിരിച്ചിരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്കിവിടെ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിട്ടുള്ളത്. സോ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, പക്ഷേ വിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട്. നമുക്ക് ഒരുപാട് ഫൺ ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ കളിച്ച് വളരെയധികം എന്റർടൈൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. സോ വൺസ് അഗൈൻ റിക്വസ്റ്റ് ഇവിടെ നിൽക്കുന്നവർ എല്ലാവരും നിൽക്കേണ്ട, ഇവിടെ വന്നിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് സീറ്റ്സ് ഉണ്ട്. യെസ്, പ്ലീസ് ബി കംഫർട്ടബിൾ ഓൺ യുവർ സീറ്റ്സ്. നമുക്ക് ഉള്ളിലേക്ക് കയറി നമ്മുടെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് കാണാനുള്ള സമയം നമ്മൾ എന്തായാലും കൊടുക്കുന്നതാണ്. അതുവരെയും നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം ഫൺ ആയിട്ട് എൻഗേജ് ആയിട്ട് പോകാം. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ മിസ്റ്റർ പറയാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുക. വളരെ ഈസി ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഉഷേ ഉഷസ്സിൽ ഉഷാറോടുണരണം. ഇത്ര ഈസി അല്ലേ? യെസ് സർ. നമുക്ക് കുറച്ച് പാർട്ടിസിപ്പേറ്റ് വന്നിട്ടുണ്ട്. മേബി വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് പ്രാക്ടീസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ പേര് ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. ഉഷാറുടെ ഉന്നരണം, ഉഷാറുടെ ഉന്നരണം, ഉഷാറുടെ ഉന്നരണം, ഉഷാറുടെ ഉന്നരണം. നല്ലൊരു കൈ കൊടുക്കാം. നല്ലൊരു
ഉഷാറോട് വരണം. ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷസ്സിൽ ഉഷാറോടുണരണം. അടിപൊളി അടിപൊളി. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ വിന്നറാണ് തീർച്ചയായിട്ടും. പ്ലീസ് വെയിറ്റ് ആൻഡ് യാ. ട്രയലൊന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒരാൾ മനപ്പാടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. റെഡിയല്ലേ? പേര് പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. ഓക്കെ. ഷസാന. ഉഷസ്സേ ഉഷാറോടുണരണം. ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷസ്സിൽ അപ്പൊ നല്ലൊരു കൈയടി കൊടുത്തൂടെ നമുക്ക്? കൈ അടിക്കാത്തവരെ ഞാനിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയട്ടോ. ഭയങ്കര മോശമാണ്. കാരണം നമ്മൾക്ക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നവർക്ക് നല്ലൊരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ വിന്നറിന് തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് ടങ് ട്വിസ്റ്റർ കറക്റ്റായിട്ട് പറഞ്ഞ ചേച്ചിക്ക് പ്ലീസ് കം ഫോർവേഡ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു കൈയടി കൊടുത്തൂടെ? ആ ചെയ്യാം. യെസ്, താങ്ക് യു. അപ്പം നമുക്ക് അടുത്ത നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്ക് പോവാണ്. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ദ നമ്പർ ഗെയിം. ചെറിയൊരു നമ്പർ ഗെയിമാണ് നമ്മളിപ്പോൾ ഇവിടെ കളിക്കാൻ പോകുന്നത്. അപ്പം കൗണ്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൗണ്ട് ചെയ്യാൻ അറിയാം, എണ്ണാൻ അറിയാം അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ഗെയിമിന് കൂടുതൽ പാർട്ടിസിപ്പൻസ് ആവശ്യമാണ്. സോ ഇവിടെ വന്നിരിക്കുന്നവരിൽ കുറേ പേര്, നമുക്ക് ഈ ഒരു ഗെയിമിന് കുറേ പാർട്ടിസിപ്പൻസ് ആവശ്യമാണ്. അറ്റ് എ ടൈം ആണ് നമ്മൾ ഈ ഒരു ഗെയിം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരൊന്ന് ഫ്രണ്ടിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്ക് ഒരുപാട് പേര് ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ചെറിയൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഗെയിമാണ്. ഈസിയാണ്, പക്ഷെ കുറച്ച് ട്രിക്കിയാണ്. ബട്ട് സ്റ്റിൽ ദാറ്റ് വിൽ ബി ഫൺ. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ പ്ലീസ് കം ഫോർവേഡ്. ഈ ഒരു നമ്പർ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് മുന്നിലേക്ക് വരാം. അത് വന്നതിന് ശേഷം ഞാൻ ഗെയിം എന്താണെന്നുള്ളത് പറയാം. അതായിരിക്കും കുറച്ചും കൂടി ഒരു ത്രില്ലായിട്ടുണ്ടാവുക. സോ ഭയങ്കര ടഫ് ഒന്നുമില്ല, ഈസി ആയിട്ടുള്ള ഗെയിമാണ്. ബട്ട് വിൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആണ് വെയിറ്റിംഗ് ആയിട്ടുള്ളത്. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് മുന്നോട്ട് വരാമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ്. അല്ല, നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ ഒരു ഗെയിം ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് പേര് ഇവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് റെഡി ആയിട്ടുള്ളവർ മുന്നിലേക്ക് വരാം. നിങ്ങൾ വന്നാൽ അടുത്തവരും അതേപോലെ തന്നെ കണ്ടു നേരിട്ട് മുന്നോട്ട് വരും. യെസ്, വി ഹാവ് ഗോട്ട് 2 3 4. ഞാൻ വരും. സ്വാഗാനി പിന്നെ ആചാരൊക്കെ കാണാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ടാണ് 3 മണിക്ക് എനിക്ക് സംശയമുണ്ട്. 3 മണിന്റെ മുന്നേ തന്നെ ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാരണം അത്രയും ജനം ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ കൊടുക്കാന്നുള്ളതിലാണ് കാണുന്നത്. ഗെയിം എന്താണെന്ന് ഞാൻ പറയാം. ഇനി ഇത് കേട്ടതിന് ശേഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. പക്ഷേ ഗെയിം എന്താണെന്ന് കേട്ടതിന് ശേഷം ഇവിടെ വന്നവർ തിരിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്പർ ഗെയിമാണ്. ദിസ് ഗോയിങ് ടു ബി റിയലി ഈസി. സോ ദ ഗെയിം ഇസ് ദാറ്റ് ഞാൻ ഒരു നമ്പർ മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അടുത്ത നമ്പർ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം. ഇനി ഞാനൊരു നമ്പർ ഇംഗ്ലീഷിൽ പറഞ്ഞാലോ അതിന്റെ അടുത്ത നമ്പർ നിങ്ങൾ മലയാളത്തിൽ പറയണം. മനസ്സിലായില്ലേ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാനൊരു നമ്പർ മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അടുത്ത നമ്പർ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം. ഇനി ഞാനൊരു നമ്പർ ഇംഗ്ലീഷിൽ പറഞ്ഞാലോ അതിന്റെ അടുത്ത നമ്പർ നിങ്ങൾ മലയാളത്തിൽ പറയണം. നമുക്ക് ഇനിയും പാർട്ടിസിപ്പൻസ് വന്നിട്ടുണ്ട്. യെസ്, പ്ലീസ്. റെഡി ആയിട്ടുള്ളവർക്ക് മുന്നോട്ട് വരാം. പെട്ടെന്ന് പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നമുക്ക് കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. നമുക്ക് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഗെയിം വിൽ ബി വെരി ഫൺ. സോ നമുക്ക് 7 പാർട്ടിസിപ്പൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുണ്ടോ? Anybody else? ഇവിടെ വന്നിരിക്കുന്നവരില്ലേ, നമ്മള് ഇനി ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുണ്ടോ? പെട്ടെന്ന് നമ്മള് ഗെയിമിലേക്ക് പോവാണ്.
സോ അതിന് മുൻപായിട്ട് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അബൌട്ട് ടു സ്റ്റാർട്ട് ഓഫ് ഗെയിം. യെസ് സർ. അപ്പം ഇനി ആരെങ്കിലും ഗെയിം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇതൊരു നമ്പർ ഗെയിമാണ്. ഞാൻ ഒരു നമ്പർ മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അടുത്ത നമ്പർ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം. ആൻഡ് ഇനി ഞാനൊരു നമ്പർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിന്റെ അടുത്ത നമ്പർ നിങ്ങൾ മലയാളത്തിൽ പറയണം. അപ്പോൾ എല്ലാവരും സോ നമുക്ക് കുറച്ച് പാർട്ടിസിപ്പേറ്റ് ഇനി ആരെങ്കിലും യെസ് പ്ലീസ്. ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മുടെ AAK ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എടുത്തു പറയുകയാണ്, നമ്മുടെ ഷോപ്പിംഗ് ഇപ്പോൾ ആരംഭിക്കുന്നതല്ല. ഷോപ്പിംഗ് ആരംഭിക്കുന്നത് 3 മണിക്കായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും എഴുതാനൊന്നും ബാധിക്കാനോ എടുക്കാനോ സാധിക്കുകയില്ല. 3 മണിക്കായിരിക്കും ഷോപ്പിംഗ് ആരംഭിക്കുന്നത്.